ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ കർക്കിടക മാസത്തിൽ സാധാരണമായിട്ട് കഴിക്കുന്ന ഒരു മരുന്ന് കഞ്ഞിയുടെ റെസിപ്പിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, വളരെ നല്ലതാണ് നമ്മളുടെ ബോഡിക്ക്. നമ്മൾക്ക് മരുന്ന് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് കുതിർത്ത് വെക്കണം. നമ്മളുടെ കടുക്, ഉലുവ അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ്. അതിനാദ്യം തന്നെ വേണ്ടത് 1 സ്പൂൺ ജീരകമാണ്, പിന്നെ 1 സ്പൂൺ അയമോദകം വേണം. ഇപ്പോൾ ഇത് ജീരകവും അയമോദകവും കൂടി ഞാൻ പൊട്ടിച്ചിട്ടപ്പോൾ എൻ്റെ അതിന് അബദ്ധത്തിൽ മിക്സ് ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം ഇട്ടത്. അതിൽ അയമോദകം ഉണ്ട് കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1.5 സ്പൂണോളം ഉലുവയാണ്. ഉലുവ വളരെ നല്ലതാണ് നമ്മളുടെ ബോഡിക്ക്. മരുന്നായിട്ട് ഉലുവാക്കഞ്ഞി തന്നെ നമ്മൾ വെച്ച് കഴിക്കാറുണ്ട്. ഞാൻ ഇതിന് മുമ്പൊരു ഉലുവ ആശാളിക്കഞ്ഞിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. പിന്നെ ഞാൻ ഒരു സ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലതാണ് നമ്മളുടെ ബോഡിക്ക്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ചേർക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ്റ്, ശരിക്കും ഇത് ഓപ്ഷണലാണ്, എള്ളാണ്. കറുത്ത എള്ളാണ്. കറുത്ത എള്ള് ചേർക്കുകയാണെങ്കിൽ നമ്മളുടെ ബോഡിയിലെ ഹീമോഗ്ലോബിൻ കൗണ്ടൊക്കെ കൂടും, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ മരുന്നുകളാണ്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിൽ ഞാൻ ഇട്ടേക്കുന്ന മരുന്നുകൾ എന്താണെന്ന് ഞാൻ അവസാനം പറയുന്നതാണ്. അതൊരു 3 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ കുതിരാൻ വെക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ മരുന്ന് ഇങ്ങനെ വീട്ടിലൊന്നും പൊടിച്ചതില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കടയിൽ നിന്ന് മേടിക്കുന്ന ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കടുകും ജീരകവും ഉലുവയൊക്കെ കൂടി അരച്ചിട്ടാലും മതി. അതും നമുക്ക് അത്യാവശ്യം ഹെൽത്തിയാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ആശാളി ഉലുവയും തന്നെ ഇട്ട് കഞ്ഞി വെച്ചാലും മതി, അതും നല്ലതാണ്. ഇതിപ്പോൾ ഞാനൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും, കടുകും ഉലുവയൊക്കെ. അതുകൊണ്ടാണ് അതൊന്ന് നല്ലപോലെ വീർത്ത് വരുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതിയായിരിക്കും. അത് ഒന്ന് അടച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളോട് കുതിരാൻ വെക്കാം. നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒരു 2-3 പിടി ചെറുപയറും അതുമാതിരി കുറച്ച് മുതിരയും കൂടി ഒന്ന് നല്ലപോലെ കുതിരാനായിട്ട് വെക്കാം. നമ്മൾ മരുന്ന് കഞ്ഞി സാധാരണ കഞ്ഞി കുടിക്കണ മാതിരി അച്ചാറും പപ്പടമൊന്നും കൂട്ടിയല്ല കഴിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു കഞ്ഞി കുടിക്കുമ്പോൾ ഒരു മടുപ്പുണ്ടാവാതിരിക്കാനാണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് തീർത്തും ഓപ്ഷണലാണ്. പിന്നെ പലയിടത്തും പലരും പല രീതിയിലാണ് മരുന്ന് കഞ്ഞിയൊക്കെ തയ്യാറാക്കുന്നത്. ഇത് എൻ്റെ വീട്ടിൽ പൊതുവേ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തയ്യാറാക്കുന്നത്. വേറെ രീതിയിലൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വേറെ ചെറിയ പാത്രത്തിൽ 1 സ്പൂണോളം ആശാളിയും, 1 ടേബിൾ സ്പൂണാണ് ആശാളി എടുത്തിരിക്കുന്നത്. ആശാളിയും കുതിരാൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു സാധനമാണ് എന്താണ് ആശാളി എന്ന് ചോദിക്കുന്നത്. ആശാളി ഒരു അങ്ങാടി മരുന്നാണ്. പക്ഷേ ഞാൻ താമസിക്കുന്ന UAE-ലാണ്. ഇവിടെയൊക്കെ കിട്ടും കേട്ടോ, ലുലുവിലൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് മരുന്നിൻ്റെയും അതുമാതിരി ഉലുവാക്കഞ്ഞിയൊക്കെ ഇട്ടപ്പോഴൊക്കെ ആശാളി എന്താണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ആശാളി എന്ന് പറയുന്നത് എല്ലാവരും ചോദിക്കുന്നത് ഫ്ലാക്സ് സീഡാണോ ചിയാ സീഡാണോ എന്നൊക്കെ. അതൊന്നുമല്ല. ആശാളി എന്ന് പറയുന്നത് ഗാർഡൻ ക്രസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ചെറിയ ഒരു ബ്രൗൺ കളറിലെ ചെറിയൊരു സീഡാണ്. അത് നമ്മൾ വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിയാ സീഡൊക്കെ ഇങ്ങനെ വീർത്ത് വരില്ലേ, അതുപോലെ വീർത്ത് വരും. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു കുഞ്ഞു സീഡാണ് ആശാളി. അപ്പോൾ അതാ ഒരു 2 മണിക്കൂറോളം ഞാൻ ഇതെല്ലാം കുതിരാൻ വെച്ചിരുന്നു. അത് കണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 അല്ലി വെളുത്തുള്ളി, കൂടുതൽ വേണ്ടാത്ത വെളുത്തുള്ളിയൊന്നും, പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ, ഒരു കൈപ്പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. ഇപ്പം നിങ്ങൾക്ക് തേങ്ങ ഇങ്ങനെ അരയ്ക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ തേങ്ങാപ്പാൽ കഞ്ഞിയിൽ ഒഴിച്ചു കൊടുത്താലും മതി, നിങ്ങളുടെ ഇഷ്ടമാണ്. അത് തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കഴിക്കാൻ ഒരു രുചി ഉണ്ടാവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുതിരാൻ വെച്ചിരുന്ന മരുന്നുകളെല്ലാം ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ ഈ മരുന്ന്. പിന്നെ ഇതിൽ ചേർക്കുമ്പോൾ ആശാളി നമ്മൾ ചേർക്കണ്ട കേട്ടോ. ആശാളി ചേർക്കുകയാണെങ്കിൽ കഞ്ഞി ഭയങ്കര അങ്ങ് തിക്കായിപ്പോൾ അങ്ങ് ഒരു ഞോളപ്പ് വരും ആശാളി ചേർത്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ആശാളി ചേർക്കേണ്ട കാര്യമില്ല. ആശാളി അരയ്ക്കണ്ട. ഇപ്പോൾ ഇതാ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ എടുത്തേക്കുന്നത് ഏകദേശം 1 ഗ്ലാസോളം ഉണക്കലരിയാണ്. അത് നല്ലതുപോലെ കഴുകിയിട്ട് ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ട് ആ കുതിരാൻ വെച്ചിരുന്ന വെള്ളത്തോടെയാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ അരി കുതിർത്താൻ വെക്കുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ അരി കഴുകണം എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഈ ഉണക്കലരിക്ക് പകരം ഞവരരി ആണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ചിലർ പച്ചരിയിലൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല കേട്ടോ അത് എങ്ങനെയാണെന്ന്. ഞാൻ ഉണക്കലരിയിലാണ് മിക്കപ്പോഴും ഉണ്ടാക്കാറ്. പിന്നെ നമ്മളുടെ ചെറുപയറും മുതിരയും ഞാനൊന്ന് കഴുകി എടുത്തിരുന്നു, 2-3 പ്രാവശ്യം കഴുകിയെടുത്താണ്. അതും കൂടി അരിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന ആശാളി ചിലർ ഈ സമയത്ത് ചേർത്ത് കൊടുക്കും. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇതങ്ങ് ഭയങ്കര കട്ടിയായി പോവും. ഇതിലേക്ക് അരച്ചു വെച്ചേക്കുന്ന മരുന്നുകളുടെ കൂട്ടി ചേർത്ത് കൊടുക്കാം. ഈ മരുന്നുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റി, കുറുന്തോട്ടി, തൊട്ടാവാടി, പിന്നെ വള്ളുവിഴിഞ്ഞ എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട്. അതിൻ്റെ ഇലയും എല്ലാത്തിൻ്റെ ഇലയും തണ്ടും വേരും ഒക്കെ കൂടി
ചതച്ച് ഉണക്കിയതാണ്. അതുപോലെ തന്നെ കുറച്ച് ഇലകളുണ്ട്. ആടലോടകത്തിൻ്റെ ഇല, കൊട്ടക്കയുടെ ഇല, പിന്നെ ഒരു വേരെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇല, പിന്നെ ഒരു 3 പ്ലാവല ഞെട്ട്, പഴുത്ത പ്ലാവലയുടെ ഞെട്ട്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളിട്ട് ചതച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്ത പൊടിയാണത്. അതിപ്പോൾ നിങ്ങൾക്ക് വീട്ടിലൊക്കെ തയ്യാറാക്കാൻ സാഹചര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് കിട്ടുന്ന മരുന്ന് കിറ്റ് മേടിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ആദ്യം കാണിച്ച വെള്ളത്തിൽ കുതിർത്ത സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ എല്ലാവർക്കും കിട്ടുന്നതാണ്. അതെല്ലാം കൂടി അരച്ച് കഞ്ഞി വെച്ച് കുടിച്ചാലും മതി. ഉലുവ ആശാളി കഞ്ഞി വളരെ നല്ലതാണ് നമ്മളുടെ ഹെൽത്തിന്. പിന്നെ ശരിക്കും നമ്മളിങ്ങനെ മരുന്ന് കഞ്ഞി വെക്കുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ വട്ടുക എന്ന് പറഞ്ഞിട്ടൊരു സാധനം വെക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങാടിക്കടകളിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു ചെറിയ ബ്രൗൺ, ചെറുതല്ല, ഒരു പേടയുടെയൊക്കെ സൈസുള്ള ഒരു ബ്രൗൺ കളറിലെ കായാണ്. അത് നമ്മൾ പൊട്ടിച്ചിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് ഈ കടുക് ജീരകമൊക്കെ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അരച്ചിട്ട് ചേർക്കും. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ശരിക്കും മരുന്ന് കഞ്ഞിയൊക്കെ കഴിച്ച് അതിൻ്റേതായ ഒരു ബലം കിട്ടണമെങ്കിൽ ഉപ്പ് ചേർക്കാതെ കഴിക്കണം. പക്ഷേ നമുക്കൊന്നും പറ്റത്തില്ല ഉപ്പ് ചേർക്കാതെ കഴിക്കാൻ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി കേട്ടോ, ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കേണ്ട. അവസാനം വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ മരുന്ന് കഞ്ഞിയുടെ കൂടെ പ്രത്യേകിച്ച് കറികളോ അച്ചാറോ അങ്ങനെ എരിവും പുളിയും ഒന്നും കൂട്ടിയല്ല കഴിക്കേണ്ടത്. അപ്പോൾ അതാ ഞാൻ കുക്കർ അടച്ചൊരു 3 വിസിൽ വരും വരെ അത് വെച്ചിരുന്നു. എന്നിട്ട് പ്രഷർ എല്ലാം പോയ ശേഷം തന്നെ പ്രഷർ പോകാൻ സമയം കൊടുത്തിട്ട് ശേഷം ഞാൻ തുറന്നെടുക്കുകയാണ്. 2 വിസിലിന് തന്നെ വെന്ത് കിട്ടും. എനിക്ക് ഒന്നും കൂടി കുഴഞ്ഞിരിക്കണതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് 3 വിസിലടിച്ചത്. ഇപ്പോൾ ഇതാ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്, പക്ഷെ ഒട്ടും വെള്ളമില്ല. നമുക്ക് 2 ഓപ്ഷനുണ്ട് ഈ കഞ്ഞി ലൂസ് ചെയ്യാനായിട്ട്. ഒന്നില്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം ചേർത്താലും മതി. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി, അത് എല്ലായിടത്തും വെള്ളവും കഞ്ഞിയൊക്കെ കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ ശരിക്കും ഒരു പച്ചമരുന്ന്, ഒരു അങ്ങാടിക്കടയുടെ ഒക്കെ മണമാണ് ഇവിടെ വരുന്നത്. ഒരു പച്ചമരുന്നിൻ്റെ മണമുണ്ട് നല്ലതായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചിലർ ഈ സമയത്ത് ശർക്കര ഇട്ട് ഇങ്ങനെ ഒരു പായസം മാതിരി വരകിയൊക്കെ എടുക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പനിക്കൂർക്കയുടെ ഇല, മാവില, അതെല്ലാം ചേർത്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ ഈ മരുന്നിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കാറുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ കുതിർക്കാൻ മാറ്റി വെച്ചിരുന്ന ആശാളിയുടെ കൂട്ടും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ മരുന്ന് കഞ്ഞി ഒക്കെ കുടിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ 1 ദിവസം, 3 ദിവസം, 5 ദിവസം, അങ്ങനെ ഒറ്റ സംഖ്യ വരുന്ന ദിവസങ്ങളിൽ ആണ് കുടിക്കേണ്ടത്. മീൻസ് അല്ലെങ്കിൽ ഒറ്റൊരു ദിവസം, അല്ലെങ്കിൽ അടുപ്പിച്ച് 3 ദിവസം, അല്ലെങ്കിൽ 5, 7 ദിവസമൊക്കെ കഴിക്കണതാണ് കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനിത് നല്ല ചൂടോടുകൂടി തന്നെയാണ് കഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ പുളിയും എരിവുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. വല്ല തോരനൊക്കെ ഉപയോഗിക്കുക, കുഴപ്പമില്ല. പിന്നെ നമ്മളുടെ പണ്ട് പൂർവികരെന്നൊക്കെ പറഞ്ഞാൽ ഒരു വർഷത്തിൽ 11 മാസത്തേക്കുള്ള ആരോഗ്യമാണ് ഈ ഒരു വർഷം കൊണ്ട് അവർ ഇങ്ങനത്തെ ആരോഗ്യശീലങ്ങൾ വഴി സിദ്ധിച്ചെടുക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ദാരിദ്ര്യം കാരണം കഞ്ഞിയല്ലാതെ വേറെ ഒന്നും കുടിക്കാൻ വഴിയില്ലാതാവുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തതും ആയിരിക്കാം. പക്ഷെ ഇത് ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കർക്കിടക മാസത്തിൽ ഇത് തയ്യാറാക്കി നോക്കണം. ഞാൻ ഇതുപോലെ കർക്കിടകം സ്പെഷ്യൽ വേറെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഞാൻ ലിങ്ക്സ് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങളെല്ലാവരും ഈ മരുന്ന് കഞ്ഞി തയ്യാറാക്കിയിട്ട് കുടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. താങ്ക് യു.